കൃഷ്ണപ്രിയം ഭാഗം 40. ഈ ചാനലിൽ വരുന്ന കഥകൾക്ക് നിങ്ങൾ തരുന്ന വിലയേറിയ സപ്പോർട്ടാണ് കൂടുതൽ മനോഹരമായി വീഡിയോകൾ ചെയ്യാനുള്ള പ്രചോദനം. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഒരു ലൈക്കും കമൻറ്റും പ്രതീക്ഷിക്കുന്നു. കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻസ് എല്ലാം ഇനേബിൾ ചെയ്യാൻ മറക്കരുത്. ഇനി നമുക്ക് കഥയിലേക്ക് പോകാം. നമ്മൾ ജനിച്ചു കഴിയുമ്പോൾ ഏറ്റവും സ്നേഹവും അടുപ്പവും അമ്മയോടായിരിക്കും. പിന്നെ ആളുകളെ തിരിച്ചറിഞ്ഞു കഴിയുമ്പോൾ അച്ഛനോടും ആ അടുപ്പം ഉണ്ടാകും. പിന്നെ ഒരു പ്രായം വരെ അച്ഛനും അമ്മയും മാത്രമാകും നമ്മുടെ ലോകം, നമ്മുടെ സ്വന്തം. അവരെ ആർക്കും വിട്ടുകൊടുക്കാൻ നമുക്ക് പറ്റില്ല. പിന്നെ നമ്മുടെ ജീവിതത്തിൽ മറ്റൊരാൾ കടന്നു വരും. ഇതുവരെ ഒരടുപ്പവുമില്ലാത്ത ജീവിതത്തിൽ നമ്മൾ ആദ്യമായി കാണുന്ന ഒരാൾ. പതുക്കെ പതുക്കെ നമ്മുടെ മനസ്സ് കീഴടക്കും, ആത്മാവ് കീഴടക്കും. നമ്മുടെ ലോകം പോലും ആ ആളുടെ ചുറ്റുമാകും. എനിക്ക് ഏറ്റവും അടുപ്പവും സ്നേഹവും വിശ്വാസവും എല്ലാം എൻ്റെ അച്ഛനെയും അമ്മയെയും ആയിരുന്നു. ഇപ്പോൾ അതിലെൻ്റെ ഏട്ടനുമുണ്ട്. ഏട്ടൻ്റെ സാമീപ്യം, ഗന്ധം, സ്നേഹം എല്ലാം എനിക്ക് ഒരുപാട് പ്രിയപ്പെട്ടതാണ്. ഇപ്പോൾ ഈ ലോകത്ത് ഞാൻ മറ്റെന്തിനേക്കാളും പ്രാധാന്യം കൊടുക്കുന്നത് ഇതിനാണ്. ആ കരവലയത്തിൽ നിൽക്കുമ്പോൾ എനിക്ക് മറ്റൊന്നും വേണ്ട എന്ന് തോന്നും. ഏട്ടൻ എന്നെ ചേർത്ത് പിടിച്ചിട്ടുണ്ട്. എൻ്റെ കൈകൾ ഏട്ടനെ ചുറ്റിപ്പിടിച്ചിട്ടുണ്ട്. ഏട്ടൻ്റെ നെഞ്ചിലേക്ക് തല ചായ്ച്ചു വെച്ച് ഏട്ടനോട് പരമാവധി ചേർന്നാണ് ഞാൻ നിൽക്കുന്നത്. ഇങ്ങനെ ഇവിടെ നിന്നാൽ മതിയോ, പോകണ്ടേ? ഏട്ടൻ ചോദിച്ചു. ഇങ്ങനെ നിന്നാൽ മതി, എനിക്ക് വിടാൻ തോന്നുന്നില്ല, ഞാൻ പറഞ്ഞു. ആ ബെസ്റ്റ്, നീ വന്നേ, ഇനിയൊക്കെ റൂമിൽ ചെന്നിട്ട്, ഏട്ടൻ എന്നെ നേരെ നിർത്തി പറഞ്ഞു. ഞാൻ ചുണ്ട് കോട്ടി കാണിച്ചു. ഏട്ടൻ ബുക്ക് ചെയ്ത ടാക്സി വന്നു. ഞങ്ങൾ ലഗേജ് എല്ലാം എടുത്തു വെച്ച് യാത്ര തിരിച്ചു. മാനം തൊടുന്ന കെട്ടിടങ്ങൾ, മനോഹരമായ റോഡ് സൈഡ്, വൃത്തിയുള്ള സിറ്റി, ദുബായ് കാഴ്ചകൾ ഒരു അത്ഭുതം തന്നെ. ഞങ്ങൾ ഏട്ടൻ താമസിക്കുന്ന സ്ഥലത്തെത്തി. ഒരു ഫ്ലാറ്റാണ്. അവിടെ ഷെയറിങ്ങിലാണ് താമസിക്കുന്നത്. വേറെ ഒരു ഫാമിലി കൂടിയുണ്ട്. ഒരു ബെഡ്റൂം ഞങ്ങൾക്ക്, മറ്റേത് അവർക്ക്. കിച്ചണും ബാക്കി ഏരിയയുമൊക്കെ കോമൺ ആണ്. 2 മാസത്തേക്കാണ് ഏട്ടൻ ഇതെടുത്തത്. കോട്ടയംകാരാണ് അവർ. അവരെ ഒന്ന് പരിചയപ്പെട്ടതിന് ശേഷം ഞങ്ങൾ റൂമിലേക്ക് കയറി. സാധനങ്ങളെല്ലാം എടുക്കാൻ അവരും ഹെൽപ്പ് ചെയ്തു. അവർ പുറത്തെവിടെയോ പോകുവാണ്. അവർ പോയതും ഞങ്ങൾ റൂമിൽ കയറി വാതിലടച്ചു. ഇതാണ് ഞങ്ങളുടെ സാമ്രാജ്യം. കയറിയതും ഏട്ടൻ എന്നെ വലിച്ചു കെട്ടിപ്പിടിച്ചു. എൻ്റെ മുഖം ഉമ്മകൾ കൊണ്ട് മൂടി. ഞാൻ വേഗം ഏട്ടൻ്റെ ടീഷർട്ട് ഊരി മാറ്റി, ഏട്ടൻ്റെ നെഞ്ചിൽ കിടക്കാൻ. രോമം തിങ്ങി നിറഞ്ഞ ഏട്ടൻ്റെ നെഞ്ചിൽ ഇങ്ങനെ കിടക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആ രോമക്കാടുകളിൽ മുഖം വെച്ച് ഞാൻ ഉരച്ചു. എത്ര നാളായി ഇങ്ങനെയൊന്ന് നിന്നിട്ട്. പിന്നെ ഇത്രയും നാൾ കാണാത്ത പരിഭവം മുഴുവനും ഞങ്ങൾ തീർത്തു. ആ പ്രണയച്ചൂടിൽ ഞാൻ ഒരുങ്ങി. ഇങ്ങനെ കാണാതിരുന്ന് കാണുമ്പോഴുള്ള സ്നേഹം, അതിന് ഗ്രേഡിച്ചിരി കൂടും. എത്ര സ്നേഹിച്ചാലും തൃപ്തിയാവില്ല. ഏട്ടൻ എത്ര ഉമ്മ കൊടുത്തു എന്ന് എനിക്ക് പോലും അറിയില്ല. ഇത്രയും നാൾ ഞാൻ മോഹിച്ചത്, ആഗ്രഹിച്ചത് എല്ലാം ഞാൻ തീരുമാനാക്കും. എൻ്റെ മുത്തേ, ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. ഇന്നും നാളെ ഞാൻ എങ്ങോട്ടും പോകുന്നില്ല. നിന്റെ കൂടെ തന്നെ ഇരുന്നോളാം. ബാത്റൂമിലെങ്കിലും ഒന്ന് പോകാൻ വിട്, ഏട്ടൻ പറഞ്ഞു. വിടത്തില്ല. എന്നെ അവിടെ ഒറ്റക്കാക്കിയിട്ട് ഇങ്ങോട്ട് വന്നില്ലേ, ഞാൻ വിടത്തില്ല. ഞാൻ ഏട്ടനെ മുറുകെ പിടിച്ചു. പിന്നെ ഒറ്റക്കാക്കിയിട്ട് വന്നതുകൊണ്ടാ മോൾ അവിടെ ആ കോളേജിൽ കിടന്ന് അറുമാദിക്കുന്നത്. പാവം ഞാനല്ലേ ഇവിടെ ഒറ്റക്കായത്, ഏട്ടൻ പറഞ്ഞു. പിന്നെ അവിടെ കിടന്ന് അസൈൻമെൻറ്റും എഴുതി സെമിനാറും എടുത്ത് ഒരു നോട്ട് പോലും ഇല്ലാതെ എക്സാമിനും പഠിച്ച് ഉള്ള തമിഴ് ഫുഡും കഴിച്ച് വയറും കേടാക്കി വെളുപ്പിന് എഴുന്നേറ്റ് പ്രാർത്ഥനയും പാടിയിരിക്കുന്ന ഞാൻ അറുമാദിക്കുവാണെന്ന് അല്ലേ? ദേ മനുഷ്യ, കെട്ടിയോനാണെന്നൊന്നും ഞാൻ നോക്കത്തില്ല കേട്ടോ, ചവിട്ടി കൂട്ടി ഞാൻ പറഞ്ഞു. ആഹാ കൊള്ളാലോ, നീ പെണ്ണ് കയറി അങ്ങ് വിളഞ്ഞല്ലോ, ഞാൻ പുച്ഛിച്ചു. പിന്നെ അന്നത്തെ ദിവസം ഞങ്ങൾ സ്നേഹിച്ചും തല്ലുപിടിച്ചും എൻ്റെ സങ്കടങ്ങൾ പറഞ്ഞു വരുന്നു. ഏട്ടൻ്റെ കയ്യിൽ നിന്ന് എനിക്ക് കിട്ടുന്ന സുരക്ഷിതത്വം ആ കയ്യിൽ ചുറ്റിപ്പിടിച്ച് നെഞ്ചിൽ ചേർന്നിരുന്ന് ഞാൻ അനുഭവിച്ചു. പിന്നെ കൊണ്ടുവന്ന സാധനങ്ങളെല്ലാം പെട്ടി പൊട്ടിച്ചെടുത്തു. അന്നത്തെ ദിവസം എങ്ങും പോയില്ല. ചേട്ടത്തി ബീഫ് വരട്ടി തന്നു വിട്ടിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ അതൊക്കെ കഴിച്ചു. പറഞ്ഞു വരുമ്പോൾ ഞാനും ഇതൊക്കെ കണ്ടിട്ട് നാളുകളായല്ലോ. പിറ്റേന്ന് ഞങ്ങൾ പുറത്തൊക്കെ കറങ്ങാൻ പോയി. അടുത്തുള്ളൊരു മാളിലാണ് പോയത്. കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ട് വന്നു. ഞങ്ങൾ കുക്കിംഗ് തുടങ്ങി. പിറ്റേന്ന് തൊട്ട് ഏട്ടന് ജോലിക്ക് പോകണം. രാവിലെ നേരത്തെ പോകും, പിന്നെ സന്ധ്യ ആകുമ്പോഴാണ് വരുന്നത്. പകൽ മുഴുവൻ ഞാൻ കൂടെയുള്ള റീനിയുമായിട്ട് കത്തിവെച്ചിരിക്കും.
റീനിയാണ് ആദ്യം പാചകം ചെയ്യുന്നത്. പിന്നെ ഞാൻ ചെയ്യും. കൊണ്ടുവന്ന സാധനങ്ങളിൽ പകുതിയും ഏട്ടൻ്റെ ഫ്രണ്ട്സ് കൊണ്ടുപോയി. പിന്നെ എല്ലാവർക്കും കൊടുക്കുന്നതാണല്ലോ സന്തോഷം. പകലിങ്ങനെ വീട്ടിലിരിക്കുന്നത് ഭയങ്കര ബോറിംഗ് ആണ്. പക്ഷെ സാരമില്ല, വൈകിട്ട് ഏട്ടൻ വരുമല്ലോ. വീക്കെൻഡിൽ ഞങ്ങൾ പുറത്തൊക്കെ കറങ്ങാൻ പോകും. ദുബായ് മാളും ബുർജ് ഖലീഫയും ഒക്കെ കാണാൻ പോയി. ഒരുപാട് യാത്രകളൊന്നും പറ്റില്ല. എൻ്റെ ഏട്ടനൊരു പാവം പ്രാരാബ്ധക്കാരൻ NRI ആണല്ലോ. നാട്ടിലെ ലോൺ കുറേ തീരാറായി. എൻ്റെ പഠിത്തം, ബാക്കി ചിലവുകൾ, ഇപ്പോഴുള്ള എൻ്റെ വരവ് എല്ലാം കൂടി ഏട്ടന് പണിയാണ്. എനിക്ക് എവിടെ പോയില്ലെങ്കിലും പ്രശ്നമില്ല. ഇങ്ങനെ ഏട്ടനെ കണ്ടുകൊണ്ടിരിക്കാമല്ലോ, അത് മതി. 1.5 മാസം റോക്കറ്റ് വിട്ട പോലെ പോയി. ഇനി തിരിച്ചു പോകണം. ഇപ്പോൾ നേരത്തെ ഉള്ളതിനേക്കാളും വിഷമായി. ഞാൻ ലാസ്റ്റ് ഒരാഴ്ച കരഞ്ഞു കൂവി ചളമാക്കി. ഇങ്ങോട്ട് വരുമ്പോൾ എന്തൊരു സന്തോഷമായിരുന്നു, എന്തൊരു ആവേശമായിരുന്നു. തിരിച്ചു പോകുമ്പോൾ കരച്ചിൽ മാത്രം. ഏട്ടനും ഭയങ്കര സങ്കടമായി. ഏട്ടൻ ഇനി ഒറ്റയ്ക്ക് നിൽക്കണമല്ലോ. ഞാൻ നേരെ നെടുമ്പാശ്ശേരിയിലാണ് ചെന്നത്. ജയൻചേട്ടൻ വിളിക്കാൻ വന്നിരുന്നു. പിന്നെ നേരെ അവരുടെ വീട്ടിലേക്ക്. ഞാൻ കൊണ്ടുവന്ന സാധനങ്ങൾ കണ്ടപ്പോൾ ചേട്ടത്തിയുടെ അമ്മയെ ഹാപ്പിയായി. ഞാൻ കൊണ്ടുവന്ന സാധനങ്ങളെല്ലാം അതേപോലെ ചേട്ടത്തിയെ ഏൽപ്പിച്ചു. ഞാൻ എല്ലാവർക്കും പങ്കുവെച്ച് കൊടുക്കാൻ ചേട്ടത്തി പറഞ്ഞതാ. എനിക്ക് വയ്യ. ഒന്നാമതെ അവിടെ നിന്ന് വന്ന സങ്കടം. അപ്പോഴാ ഞാൻ മൊത്തത്തിൽ അങ്ങ് ചേട്ടത്തിയെ ഏൽപ്പിച്ചു. എനിക്കൊന്നും വേണ്ട. ചേട്ടത്തി പിന്നെ എല്ലാവർക്കും കൊടുത്തു. ഏട്ടൻ്റെ അമ്മയ്ക്കും അച്ഛനും ഉള്ളത് ജയൻചേട്ടൻ്റെ കയ്യിൽ കൊടുത്തു വിട്ടു. അവിടെ സാധനങ്ങളെല്ലാം വാങ്ങി വെച്ചിട്ട് എന്നെയും ഏട്ടനെയും കുറേ ചീത്ത വിളിച്ചെന്ന് ജയൻചേട്ടൻ പറഞ്ഞു. അതങ്ങനെ കുറേ എണ്ണം. ഞാൻ പോകുമ്പോൾ ചേട്ടത്തി കുറേ ചോക്ലേറ്റ് തന്നുവിട്ടു, അവിടെ ഫ്രണ്ട്സിന് കൊടുക്കാൻ. വീണ്ടും ക്ലാസ്, അസൈൻമെൻറ്റ്, സെമിനാർ, എക്സാം, അങ്ങനെ തുടങ്ങി. ഇപ്പം പഴയതിനേക്കാൾ സങ്കടമാണ്. ഏട്ടനെ കാണാതെ വയ്യ. 1.5 മാസം മനസ്സിനും ശരീരത്തിനും ഉത്സവമായിരുന്നു. ഇപ്പോൾ ആളൊഴിഞ്ഞ പൂരപ്പറമ്പ് പോലായി. ഒന്ന് അഡ്ജസ്റ്റായി വരാൻ കുറേ നാളെടുത്തു. പിന്നെയുള്ള അവധികൾക്കെല്ലാം ചേട്ടത്തി എന്നെ നിർബന്ധിച്ച് വിളിപ്പിച്ചു. ചെന്നില്ലെങ്കിൽ ജയൻചേട്ടനെ വിടുമെന്ന് കട്ടായം പറഞ്ഞു. ഞാൻ പിന്നെ പോകാൻ തുടങ്ങി. അവരെന്നോട് കാണിക്കുന്ന സ്നേഹം കളങ്കമില്ലാത്തതാ. പിന്നെ ഞാനെന്തിന് മറ്റുള്ളവരെ നോക്കണം? പക്ഷെ ചേട്ടത്തിയുടെ അമ്മ ഇടയ്ക്ക് ഓരോ ഡയലോഗൊക്കെ പറയും. ഒരു വട്ടം ചേട്ടത്തി അത് കേട്ടു വന്നു. അമ്മയ്ക്ക് നല്ല ഡോസ് കൊടുത്തു. അതോടെ ഒരു പൊടിക്കടങ്ങി. 3rd സെം എക്സാമും കഴിഞ്ഞു. ഇത്തവണ ഇൻഡസ്ട്രിയൽ വിസിറ്റ് ഡൽഹിയിലും കുളു മണാലിയിലുമാണ്. ഞങ്ങൾ അതിനുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങി. തുടരും. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.